നമുക്കൊരു ഫിഷ് മപ്പാസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വലിയുള്ളി, കറിവേപ്പില. അപ്പോൾ ഒരു 3-4 അള്ളി വെളുത്തുള്ളി, ഒരു 5-8 ചെറിയുള്ളി, 1 സ്പൂണ് പച്ചമുളക്, 1 സ്പൂണ് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇട്ട് പാകത്തിന് ഉപ്പിട്ട് അത് നന്നായി അരച്ചെടുക്കാം. മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം ഉപ്പും പിന്നെ വിനാഗിരിയും ചേർത്ത് നല്ലൊരു മസാല ഉണ്ടാക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മീനിൽ പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. നല്ലൊരു കിംഫിഷാണ് എടുത്തുക്കുന്നത്, ഐക്കോറയാണ് എടുത്തുക്കുന്നത്. അപ്പോൾ അത് ഒരു 4-5 കഷ്ണമുണ്ട്, അത് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് തിരിച്ചും മറിച്ചും ഒരു 3/4 വേവിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഉപയോഗിക്കാം. അതിക്ക് രസം ഉലുവ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതിക്ക് രസം കറിവേപ്പിലയും പച്ചമുളകും, പിന്നെ ഒരു ചെറിയ വലിയുള്ളി, അതൊന്ന് നന്നായി വഴറ്റി നന്നായി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ തക്കാളി, ഒരു ചെറിയ തക്കാളി ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചതും അതിലേക്ക് ചേർത്ത് അതും വഴറ്റി നമുക്ക് തേങ്ങൻ്റെ 2ാം പാല് ചേർത്ത് ചെറുതായി തള വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ ചേർക്കാം. മീനൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റ് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ലേശം കറിവേപ്പില ചേർക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ തക്കാളി, കറിവേപ്പില കൂടിയാലും കുറയ്ക്കണ്ട, തക്കാളിയും ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മളെ ഫിഷ് മപ്പാസ് ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലേശം തേങ്ങയുടെ 1ാം പാല് അതും ചേർത്ത് ഒരുപാട് തിളക്കരുത്, തീ ഓഫ് ചെയ്യണം. എന്നിട്ട് അത് മൂടി വെച്ച് മാറ്റി വെക്കാം. നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിലേക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് വഴറ്റി അതിലേക്ക് ചേർക്കാം. നമ്മുടെ ഫിഷ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. വെള്ളപ്പം, അപ്പം, പൊറാട്ട, ചോറ് എന്തൊക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.